ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മൈഗ്രെയിൻ മാറാനുള്ള നല്ല കിടിലൻ 2 റെമഡീസാണ് പറയുന്നത്. മൈഗ്രെയിൻ്റെ കൃത്യമായ കാരണം ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്ന മാറ്റങ്ങളാണ്, അതുപോലെ തന്നെ ജനിതകപരമായ കാരണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ഓവറായിട്ട് സ്ട്രെസ്സ് വന്നാൽ ചിലർക്ക് മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കടുത്ത ചൂട് അല്ലെങ്കിൽ തണുപ്പ്, നമ്മൾ നന്നായിട്ട് ഉറങ്ങാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലും ഒരുപാട് ലൈറ്റ് നമ്മൾ മുഖത്തടിക്കുന്ന ഒരവസ്ഥ, ഒരുപാട് ടയേർഡായിട്ടുള്ള അവസ്ഥ, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ എന്ത് ഒരു കാര്യമാണ് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത് നോക്കി അത്തരം കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഏത് പ്രായക്കാർക്കും വരുന്ന ഒരു തലവേദനയാണ് നമ്മുടെ ഈ ഒരു മൈഗ്രെയിൻ. അപ്പോൾ അത് അകറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം കറ്റാർവാഴയാണ്. എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഔഷധമാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കും ചർമ്മത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കറ്റാർവാഴ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ലീഫ് തന്നെ എടുക്കുക. അതിൻ്റെ ഒരു പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമ്മളതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൊറിച്ചിലൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ കറ്റാർവാഴ ജെല്ല് മുറിച്ചതിന് ശേഷം കുറച്ച് സമയം അവിടെ വെച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. കറ്റാർവാഴയ്ക്ക് അനേകം ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചെറിയ പ്രാണികളൊക്കെ കടിച്ചിട്ട് വേദനയും ബുദ്ധിമുട്ടും നീരുമൊക്കെ വന്നു കഴിഞ്ഞാൽ കറ്റാർവാഴ ജെല്ല് നമ്മൾ തേച്ച് കൊടുക്കുന്നത് അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. വെയിലേറ്റ് ശരീരത്തിനുണ്ടാകുന്ന ചെറിയ പൊള്ളലുകൾക്കും കറ്റാർവാഴ ജെല്ല് തേക്കുന്നത് നല്ലതാണ്. ചർമ്മം വരണ്ടു പോകാതിരിക്കാനായിട്ട് സഹായിക്കും. കറ്റാർവാഴ ആൻറ്റി ഓക്സിഡൻറ്റുകളെയും വൈറ്റമിനുകളുടെയും ഒരു ശേഖരം തന്നെയാണ്. ഇത് നമുക്ക് കണ്ണിനടിയിലെ കറുപ്പ് അകറ്റാനായിട്ടും ചർമ്മത്തിന് തിളക്കം കിട്ടാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പുതിന ഇലയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പുതിനയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഔഷധങ്ങൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിന ഇലയും നമ്മുടെ കറ്റാർവാഴ ജെല്ലെടുത്തതും കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിന കറ്റാർവാഴ പേസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കറ്റാർവാഴ പുതിനയില പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തലവേദന ഉള്ളത് ഏത് സൈഡിലാണോ ആ സൈഡിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഉള്ളവർക്കാണെങ്കിൽ 2 സൈഡിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. ആ ഒരു രീതിയിൽ പല പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തലവേദന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് വാതിലും ജനലും ഒക്കെ അടച്ചതിന് ശേഷം ഒന്ന് അവിടെ കിടന്നിറങ്ങുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 72 മണിക്കൂർ വരെ നമ്മുടെ ഈ മൈഗ്രെയിൻ നീണ്ടു പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് മൈഗ്രെയിൻ മാറാനായിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. പിന്നെ അടുത്തായിട്ട് മൈഗ്രെയിൻ വരാതിരിക്കാനായിട്ട് നമുക്ക് ഡെയിലി കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് കണ്ടാലോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശംഖുപുഷ്പമില്ലേ, ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിക്കുക. അങ്ങനെ ഞാനിവിടെ തിളപ്പിച്ച് തണുപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ഇനി ഒരു നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം നാരങ്ങ മുറിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. കളറിലൊക്കെ ചെറിയ ഒരു മാജിക്കൽ ചേഞ്ചൊക്കെ വരും കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് തേൻ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്ന വഴി ഡെയിലി കഴിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ എന്ന പ്രശ്നത്തെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് നല്ല രീതിയിൽ സാധിക്കുന്ന ഒരു ഡ്രിങ്കാണ്. മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.